കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോലും ഇത്ര ശക്തമായി കോൺഗ്രസുകാർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പ്രവർത്തിച്ചത്. അവിടെ പ്രവർത്തിച്ചിട്ടുള്ളതല്ല, പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം സ്ത്രീകളും പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത്. ഈ ജില്ലയാകെ ഒരുപക്ഷെ കേരളത്തിലും അസംഖ്യം യുവാക്കളും യുവതികളും കോൺഗ്രസിന്റെ പുറകിലുണ്ട്. അവരെ എല്ലാവരെയും പ്രയോജനപ്പെടുത്തണം. അവരെല്ലാം ശുദ്ധ മനസ്സുള്ളവരാണ്. യാതൊരു അഴിമതിയോ മറ്റ് മയക്കുമരുന്ന് ബിസിനസ്സോ ഒന്നും ഉള്ളവരല്ലവർ. ഈ നാടിന്റെ പരിശുദ്ധമായ രാഷ്ട്രീയത്തിനും കോൺഗ്രസിന്റെ ഗാന്ധിയൻ മൂല്യങ്ങൾക്കും ഉയർച്ച ഉണ്ടാകാൻ അവരുടെ സേവനങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഈ 5 വർഷമല്ല, ഇനി പല വർഷങ്ങളിലും കേരളത്തിൽ നല്ല ഭരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല ഭരണത്തെപ്പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ധനകാര്യ ഭരണമെന്ന് പറഞ്ഞാൽ 101% പരാജയമായിരുന്നു. ധനകാര്യ ഭരണം ഇവിടെ ഉണ്ടായിട്ടില്ല. അനുസരണനായ തരൂർ ശിവശങ്കരപിള്ളയുടെ മ്യൂസിയം പണിയാൻ ഞങ്ങൾ സൂക്ഷിച്ചിരുന്ന 3 കോടി രൂപ എടുത്തോണ്ട് പോയി. അവിടെ പണിപൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതാണ് സാംസ്കാരിക സ്ഥാപനങ്ങളോട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു സാമ്പിൾ മനോഭാവം. പണമില്ല എന്നാണ്. പണം എങ്ങോട്ട് പോയി? ഇതേപ്പറ്റിയൊക്കെ അന്വേഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശനും പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, പ്രതീക്ഷർപ്പിക്കുക. ഇതെല്ലാം അന്വേഷിക്കണം. നല്ലൊരു സാമ്പത്തിക സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അത് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം മോഡിയുടെ വീട്ടുവകയല്ല നിൽക്കുന്ന പണം. വെറുതെ സെക്രട്ടേറിയറ്റായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കിയിട്ട് കാര്യമില്ല, യാതൊരു കാര്യമില്ല. PMC പദ്ധതിയെ പറ്റി വലിയ മകളാണ്. എന്താ പദ്ധതി എന്ന് ആർക്കും അറിയത്തില്ല. ജനങ്ങളോട് ഈ പദ്ധതി എന്നാണ് ആരെങ്കിലും പറഞ്ഞു. പ്രൈം മിനിസ്റ്ററുടെ പേരിൽ പണ്ടും പദ്ധതി ഉണ്ടായിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്നു, നെഹ്റുവിന്റെ പേരിലുണ്ടായിരുന്നു. അപ്പോ എന്താണ് ഈ പദ്ധതി എന്ന് വ്യക്തമാക്കണം. കേന്ദ്രം തരുന്ന പൈസ സംസ്ഥാനത്തുള്ളതാണെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കൂടിയാലോചിച്ച് ഏറ്റവും ലഭ്യമായി കൈകാര്യം ചെയ്ത പണം നമ്മൾ വാങ്ങണം. നമ്മുടെ സ്കൂളിൽ നല്ല ബെഞ്ചും ഡെസ്കും മേൽക്കൂരയും തറയൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് പോഷകാഹാരം നൽകിയ നല്ല ഭക്ഷണം കിട്ടുന്നതാണ്. ഇതെല്ലാം BJP ഉപയോഗിക്കാതെ സൂക്ഷിക്കുന്നതായിരിക്കും. ജനങ്ങളിൽ വലിയൊരു ഭാഗം ഒരു പാർട്ടിയിൽ കമ്മിറ്റഡ് അല്ല. ഒരു പാർട്ടിയിൽ കമ്മിറ്റഡ് അല്ല. സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ ഓരോ പരിതസ്ഥിതിയിലും രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവർ വോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവർക്ക് നല്ലതെന്താണെന്ന് തോന്നുന്നു അതിന് വോട്ട് ചെയ്യും. ഇത്ര വലിയ ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടും എന്തുകൊണ്ടായിരുന്നു തോറ്റത്? എന്റെ മണ്ഡലത്തെ പറ്റി ഒരുപാട് മാന്യ സുഹൃത്തുക്കൾ പ്രസംഗിച്ചു. അവരോടൊക്കെ നന്ദിയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന മണ്ഡലത്തിൽ ഒന്ന് പ്രസംഗിച്ചു. എന്നെ തോൽപ്പിക്കണമെന്ന് എന്നിലോ ഒന്നും വന്ന് പ്രസംഗിച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് അത് മനസ്സിലായി. ഇതുപോലെ പറഞ്ഞാൽ മനസ്സിലാവുന്ന നേതാവാണ് വിജയരാഘവൻ. പോളിറ്റ് ബ്യൂറോ ഒരക്ഷരമാർക്ക് മനസ്സിലാവുന്നതെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രം മനസ്സിലായി. പറഞ്ഞത് ഈ പരുവത്തിലാണ്. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. അവിടെ ആൾക്കാർക്ക് മനസ്സിലായത് കർണാടകത്തിലെ ശിവകുമാർ വന്ന് പ്രസംഗിച്ചതാണ്. അവർക്ക് മനസ്സിലായി. KC വേണുഗോപാൽ പ്രസംഗിച്ചു. അത് മനസ്സിലായി. ഇവിടെയെല്ലാം ക്യാമ്പയിൻ അവിടെ നടന്നു. ഞാൻ ജില്ലയാകെ പ്രസംഗിക്കാനൊന്നും പോയില്ല. ആകെ തോമസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി. വലിയ ആൾക്കൂട്ടായിരുന്നു അവിടെ. കുട്ടനാടുമായി ദീർഘകാലത്തെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ എന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ കുട്ടനാട്ടിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ശ്രീ രതീശറിയാൻ വിജയിച്ചു വരാനും അപ്പുറത്തെ മാണിക്ക് നോക്കാനും എനിക്കാകാവുന്ന പോലെയുള്ള ചെറിയ കാര്യങ്ങൾ വിളിച്ചവരോടൊക്കെ സംസാരിക്കാനോ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു കാര്യമല്ല. ഇതെല്ലാം സുവർണ്ണ കാലഘട്ടമാണ് കോൺഗ്രസിന്റെ. അത് വളർത്തിയെടുക്കണം. ത്യാഗം ചെയ്യാൻ തയ്യാറാവണം. ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ നിവേദനം കൊടുക്കാൻ വേണ്ടി താഴെ വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഉച്ചബഹളം ഉണ്ടാക്കി കൊടുത്ത പ്രസംഗങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. ഇതൊന്നും പാർട്ടിക്കൂറല്ല, അവനവനിസമാണ്. സ്വന്തം കാര്യം ചിന്താവാണ്. അവനവനിസം സ്വന്തം കാര്യം ചിന്താവാണ്. ഈ നിവേദനമൊക്കെ താഴോട്ട് ഇറങ്ങി വന്നാലും തരാം. ഞങ്ങളൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിവേദനം നോക്കുന്നവരാണ്. അതിനൊക്കെ സ്ഥലമുണ്ട്, സമയമുണ്ട്.
ഈ യോഗത്തെ അലങ്കോലപ്പെടുത്തക്ക പോലെ സ്വന്തം കാര്യം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേജിൽ വന്ന് കയറി ബഹളമുണ്ടാക്കാൻ അതൊരു ശരിയായ കാര്യമല്ല. നിങ്ങൾക്ക് തരുന്നതിന് വിഷമമില്ലല്ലോ, താഴെ വരുമ്പോൾ തരാമല്ലോ. അതൊരു ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് ഔന്നിത്യം രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിന്റെ സുവർണ്ണകാലമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഈ ഇലക്ഷന് ഞാൻ കണ്ടതാണ്. ആ സുവർണ്ണകാലം പ്രയോജനപ്പെടുത്താൻ ദേശീയ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ വേണുഗോപാലിനെ മറ്റും ആ കാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ സുധാകരൻ കോൺഗ്രസിന്റെ ചളിക്കുണ്ടിൽ പോയി വീണു പറഞ്ഞതാരാ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ചെറ്റയെന്നൊക്കെ വിളിക്കുന്നതിന് നേരത്തെ അതിന് ഞാൻ മറുപടിയും പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലെ ചെറ്റക്കുടലുകളിലും ചെറ്റപ്പുരകളിലും താമസിക്കുന്നവരുടെ വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എനിക്ക് അഭിമാനമുണ്ട് അതിനാണ്. ഞാൻ തമ്പുരാക്കന്മാരുടെ വോട്ട് ചോദിച്ചല്ല പോയത്. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുണ്ടോയെന്ന് ജില്ലാ നേതാവ് ചോദിച്ചിരിക്കുകയാണ്. ഒരിക്കലും എനിക്കില്ല. ആ ചെരുപ്പിന്റെ വാറഴിക്കുന്ന ക്വാളിഫൈഡ് ലിസ്റ്റ് ഞാനില്ല, ഞാൻ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവുന്നില്ല. ചെരുപ്പിന്റെ വാറഴിക്കുന്നത് തമ്പുരാക്കന്മാർ, രാജവംശക്കാരിൽ തമ്പുരാക്കന്മാരുടേതായിരുന്നു, കുട്ടനാട്ടിലെ പ്രഭുക്കന്മാരുടേതായിരുന്നു. അവർ കസേര പറന്ന് കിടന്ന് കാലുകെട്ടി കൊടുക്കും, ചെരുപ്പഴിച്ച് മാറ്റണം, കുറച്ചവിടെ വെക്കണം. ഇതൊക്കെ അന്നക്കാലത്ത്. ഇപ്പം രാഷ്ട്രീയക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പൊന്നും വലിക്കും. ഇതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്. അരൂരിലൂടെ CPIന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി നേതാവ് എന്റെ അച്ഛന് പറഞ്ഞു, പോസ്റ്റിലാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ കാണുന്നവരെയൊക്കെ അപ്പായെന്ന് വിളിക്കുന്ന ആളാണ് ഞാൻ. എത്രയോ ഗുരുതരമായ കുറ്റമാണിത്. ജാമ്യമില്ലാതെ ജയിലിൽ പോണ കുറ്റമാണ്. ഇവിടുത്തെ പോലീസ് അറിഞ്ഞില്ല. ഇവിടുത്തെ പോലീസ് അറിഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ചെരുപ്പിന്റെ വാറെടുത്തിടുന്ന ഇതെല്ലാം ഗുരുതരമായിട്ടുള്ള അധിക്ഷേപങ്ങളും അവമാനിക്കലും ദേഷ്യപ്പെടുത്തലും ക്രിമിനൽ കുറ്റങ്ങളുമാണ്. ഞാൻ SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു ഞാൻ നോക്കട്ടെ, എന്ത് ചെയ്യുന്നു നോക്കട്ടെ. ഇതിനൊക്കെ വേണ്ടി പോരാടും, യാതൊരു സംശയവും വേണ്ട. കുറ്റവാളികളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യം വേണ്ടി കൊടുത്തു വിട്ടേക്കണം. ഇവരിങ്ങനെ വിലസാൻ പാടില്ല. തിരിച്ച് അവരുടെ അക്ഷരം ഞാൻ വിളിക്കില്ല. കാരണം അത് ആരാണെന്നതിന് വൃത്തമില്ലാത്തതുകൊണ്ട് ഞാനത് വിളിക്കില്ല. അതെനിക്ക് പറയാറുണ്ട്. ഞാൻ വിളിക്കാം. അതൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നതേ ഇല്ല.